ഒടുവിൽ ബാക്കവിയും തിരുത്തി. ഖുതുബ വിഷയവുമായി ബന്ധപ്പെട്ട് SKSF പ്രഭാഷകൻ നൌഷാദ് ബാക്കവിയുടെ വഹാബികൾക്ക് ചുവടുവെക്കുന്ന പ്രസ്താവനയും അതിന് കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ മറുപടിയും KMIC ന്യൂസ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് ബാക്കവി തിരുത്തുമായി രംഗത്ത് വന്നത്. ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ക്ലിപ്പിന് മറുപടി നൽകാൻ ബാക്കവിയോ ചേളാരി വിഭാഗമോ രംഗത്ത് വന്നിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വിഷയം KMIC ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. EK വിഭാഗം സമസ്ത സെക്രട്ടറി കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ബാക്കവി തിരുത്തുമായി രംഗത്ത് വന്നത്. ഖുതുബ ഭാഷയെക്കുറിച്ച് ബാക്കവിയുടെ പുതിയ അഭിപ്രായം കേൾക്കാം. ഈ ഖുതുബ വിവാദം എന്ന് പറയുന്നത് നിലവിൽ സുന്നത്ത് ജമാഅത്തിന് അറബിയിലെ ഖുതുബ മാത്രമേ നിലവിലുള്ളൂ. മലയാളത്തിലെ ഖുതുബ ഓതിയ ജുമാ ചെയ്യാവുകയില്ല എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ മദ്രസ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം. മലയാളത്തിലെ ഖുതുബ ഓതിയ ജുമാ ചെയ്യാവുകയില്ല എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ മദ്രസ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം. അപ്പൊ അതൊക്കെ നമ്മൾ ശക്തമായി നമ്മൾ പൊതു സ്റ്റേജിൽ പോലും പറയുന്നതാണ്. ഖുതുബ ഭാഷ അറബിയിൽ വേണമെന്നത് മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ ചാനലിലെത്തിയപ്പോൾ ബാക്കവിക്ക് എന്ത് സംഭവിച്ചു? ബാക്കവിയുടെ പ്രതികരണം കേൾക്കാം. ഞാൻ അന്ന് ജയിന്ത് ചാനലില് അത് ഞാനിപ്പോ കണ്ട ഒരുപാട് നാളുകൾക്ക് മുമ്പ് വന്ന ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്. അന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോ അതിൽ ചില വ്യക്തതയില്ലാത്ത ചില വാക്കുകൾ വന്ന് കടന്നുകൂടിയതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോ അതിൽ ചില വ്യക്തതയില്ലാത്ത ചില വാക്കുകൾ വന്ന് കടന്നുകൂടിയതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരിക്കലും നമ്മൾ ആരും സുന്നത്ത് ജമാഅത്തിനെതിരെ ഒരു വാക്കുപോലും ചാനലുകളിൽ സംസാരിക്കുകയില്ല. ശക്തമായി നമ്മുടെ നിലപാട് നമ്മുടെ ജീവിതവും സുന്നത്ത് ജമാഅത്തിലാണ്. ചാനലിൽ വന്ന ചോദ്യത്തിന് അന്ന് താൻ അഭിപ്രായം പറഞ്ഞപ്പോൾ ചില വ്യക്തതയില്ലാത്ത വാക്കുകൾ കടന്നുകൂടിയതാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നാൽ ഖുതുബയുടെ ഫർള് മാത്രം അറബിയിൽ മതി എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ബാക്കവി മിണ്ടിയില്ല. ഇത് താൻ ചാനലിൽ തന്നെ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് ബാക്കവി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ വിശദീകരണമോ തിരുത്തോ വിവാദ ക്ലിപ്പ് പ്രചരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുറത്തുവന്നിട്ടില്ലായിരുന്നു. ചാനലിനും മൈക്കിനും മുമ്പിൽ എന്തും വിളിച്ചു പറയുകയും ഒടുവിൽ അത് പിടികൂടുന്നവർക്കെതിരെ തിരിയുകയും ചെയ്യുന്ന നീക്കങ്ങളെ സോഷ്യൽ മീഡിയ ശക്തമായി നേരിടുന്നുണ്ട്. ഹുദവിയുടെ വിവാദ പ്രസംഗവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച നിരവധി വിശ്വാസികൾ വഞ്ചിതരായതിനെ തുടർന്നാണ് KMIC റിപ്പോർട്ട് ചെയ്തത്. ഹുദവി 3 തവണ തിരുത്തുമായി വന്നെങ്കിലും മറുപടി പരിപൂർണമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ സംസാരത്തിൽ ആനന്ദം പാടില്ല എന്ന രൂപത്തിലാണ് വിഷയം അവസാനിപ്പിച്ചത്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.